ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട് ട്രിപ്പ് പോവാം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ട്രിപ്പ് പോകാൻ നമ്മളാണ് നിങ്ങൾ കാണാൻ പോകണം. അപ്പം വീഡിയോ നമുക്ക് ഫുള്ള് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഇന്ന് മാക്സിമം നമ്മൾ വീഡിയോ എടുക്കാൻ പോകും. വീഡിയോയിലേക്കിട്ട് പോവാം. ചൂടായത് ഊരി എടുക്കാൻ ചൂടാ. നമ്മളത് ആതിരപ്പള്ളി എത്താറായിരുന്നു. നമ്മുടെ ട്രിപ്പിൻ്റെ മാനേജർ അർജുൻ സുരേന്ദ്രൻ അദ്ദേഹത്തോട് ചോദിക്കുക എങ്ങനെയാണ് നമ്മൾ എങ്ങോട്ടാണ് എങ്ങോട്ടൊക്കെയാണ് ഇതിന് ശേഷം നമ്മൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ചപ്പാത്തി മീൻകറിയും മുട്ടക്കറിയാണ് ഇവിടെ അർജുൻ ബ്രോ ഓർഡർ ചെയ്തത്. എന്താണ് ബ്രോ ഓർഡർ ചെയ്തത്? ബാക്കി നമുക്ക് ഫുഡ് കഴിച്ചിട്ടാണ്. വിജയ് മാതിരി ജണ്ണൻ വണ്ടി ഞാൻ കണ്ട. നമുക്ക് ഇവിടെ നടന്ന് മുകളിൽ പോണം കേട്ടോ. ഏതാ മരപ്പട്ടിയാണോ? ആതിരപ്പള്ളി എത്തിയിരിക്കുന്ന ഇതിനകത്തോട്ട് കയറണം. ഏകാന്തത ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അർജുൻ ആതിരപ്പള്ളിയിലെ ആ ദൃശ്യ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷമഘട്ടത്തിൽ അദ്ദേഹം ഈ പരിപാടിക്ക് പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ആറ്റിറ്റ്യൂഡ് സാങ് കൊണ്ട് വിജയ് ഫാൻസുകാർ വരെ തോറ്റു പോകുന്ന ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ആൻഡ് സാങ്. തിരുപ്പള്ളിയിലൂടെ നടക്കണം. വെള്ളം കുറവാണ് കേട്ടോ. വെള്ളം കുറവാണ്. അവരെ എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി. വെള്ളം കൂട്ടാനൊന്നും വേണ്ട. ഡാം പണ്ട് ഇതിലേക്ക് പോയി ട്രെയിൻ പോയിക്കൊണ്ട് എന്താണ് ആരാന്നറിയാം ഗൈസ്. ഇതിന് ശേഷം ആ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ബ്രോ പറ ഇവിടുത്തെ വിശേഷങ്ങൾ പറ. ഇവിടെ ബ്രോ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളത് ആതിരപ്പള്ളി. ആ കഥ ഒന്ന് നമ്മുടെ കഥയല്ല, ഒരു എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളതെന്ന് ഗൈസ് ഓർമ്മയില്ലാത്തതിന് നമ്മൾ ഒരു ഓഡിയോ ഉണ്ട്, അത് നമ്മൾ ഇതിനോടൊപ്പം ചേർക്കുന്നത്. ബ്രോയ്ക്ക് അപ്പം ഓർമ്മ വരുന്നില്ലേ? പറ ഓർമ്മകൾ പറ. നീ ഓർമ്മകൾ അത് വിട്. പിന്നെ 10ാം ക്ലാസ് അത് ഒരുപാട് അല്ലേ അച്ചു? അതിനിപ്പോ എന്താ പറ, ഓർമ്മകൾ പറ. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതികളും കാര്യങ്ങളും ബ്രോ പറ. എന്തൊക്കെ കാഴ്ചകളടക്കാം ഇവനറിയാവുന്നത്? നീ അച്ഛനും ഓർമ്മ നീയല്ല കുറച്ച് വേണ്ട ഇവിടെ വന്ന പഴയ കഥ പറഞ്ഞല്ലേ ബ്രോ? ആ പറ ബ്രോ. അതെന്തോ പഴയ എന്തോ കഥയാണ്. ഇവിടെ വന്ന നിങ്ങൾ എന്താണ് ഇവിടെ കാണാനുള്ളത്? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നാ ഇത് എല്ലാവരും വരുന്ന സ്ഥലമല്ലേ ഇവിടെ? എന്താണ് നമ്മൾ നീ എന്തിനാണ് വന്നത്? എല്ലാവരും വരുന്ന പോലെ. അപ്പം ഇവിടെ ഒന്നും കാണാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ വന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞിട്ട് ആൾക്കാർ. അല്ല എന്നാലും നിന്റെ ഒരു ഇത് വെച്ച് എന്താണ് ഇവിടെ കാണാനുള്ളത്? ഇരിക്കുകയാണെങ്കിൽ അവർക്കൂടെ ഒന്ന് കാണാൻ പറ ബ്രോ. അങ്ങനെ മരങ്ങള് ഞാൻ എന്താ പറയാ ബ്രോ, അവനോട് വരാൻ ചോദിക്കേ.
അവനോട് വന്നിട്ട് ആദ്യമായിട്ട് അവനോട് എക്സൈറ്റ്മെന്റ് പൊട്ടണം. അവനോട് കാര്യമായിട്ട് ഇതിനു മുമ്പ് കുറെ വട്ടം വന്നിട്ടുള്ള നമ്മളങ്ങനെ വെള്ളം കുറവുണ്ട്. ഇതാണ് അതിരപ്പള്ളി വാട്ടർഫോൾസ്. നടന്നു വരാറ് സിംഗം മാറി സിംഗക്കുട്ടികൾ സിംഗന്മാര് നടന്നു വരാറ്. എടാ മറ്റേ ബ്രോ താഴെ എടാ വെള്ളമില്ലടാ. പറ്റിച്ചാ നമ്മളെ പറ്റിച്ചാ. ബാഹുബലി ഷൂട്ട് ചെയ്ത് അച്ഛൻ എങ്ങനെയുണ്ട് ഈ സ്ഥലം? 2 വാക്ക് പറയുകയാണെങ്കിൽ അച്ഛനാണ് നമ്മുടെ ആതിരപ്പള്ളി കൊണ്ടുവന്നേ അല്ലേ? ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാ അല്ലേ? അല്ലേ ബ്രോ? പുച്ച സൂര്യപ്രകാശം ഇവിടാണ് കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തത് അറിയോ? നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ഐഷോ സ്പീഡ് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കണ്ടായിരുന്നു. ആ വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഉണ്ടായിരുന്നോ? അതിൻ്റെ സ്പീഡ് ആണ്. അവിടെ പോയില്ലേ? മറ്റേ ഉണ്ടോ? പിന്നെന്തുവാ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടോ? അച്ചൂസിക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന അർജുസിനെ തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഓ വിജയ് മാതിരി ഇതാ ശിവനും ശക്തിയും പോലെ 2 തുല്യ ശക്തികൾ ഇതാ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു സ്വാഗ് കണ്ടോ? അതാണ് ദ റിയൽ ഒജി. എൻ്റെ ഫോട്ടോ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഫോട്ടോ കൊള്ളത്തില്ല. ഓ അച്ഛനെ സൂചിപ്പിക്കുക അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട്. എടുത്തിട്ട് 2 പേര് ഇതാ വന്നു. സ്ലോ മോഷനിലാണ് നടത്തുവാണ്. സ്ലോ മോഷൻ കേട്ടോ. ഓ അർജുന് പോക്കറ്റിൽ കൈ കിട്ടുന്നു. ഫോണ് നോക്കി ചുമ്മാ പൊണ്ണത്തൊന്നുമില്ല, ചുമ്മാ നോക്കി വരുവാണേ. ഒരു കാര്യം ചുമ്മാ നോക്കി വരും. ഷോ ഞാൻ വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞു, ഷോ കാണിക്കാൻ വേണ്ടി. ഓ ഒന്നുമില്ലേ, ചുമ്മാ ആയിരുന്നു. അച്ഛക്ക് ആ ഫോണ് പോലും ലോക്കാക്കി കൊടുത്തേക്കുന്നത്. ആ ഫോണും പിടിച്ചാണ്ടാ വരുന്നത്. ഫോട്ടോ ഒക്കെ എടുത്താ ഉറപ്പ്. ഇത് വാരിസിൽ വിജയ് തന്നെ. ഓ വാരിസിൽ വിജയാണ് ഇവിടെ. വിജയാണ് ഇവിടെ വാരിസിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ഷൂട്ട് ചെയ്യണ്ട് ബ്രോ ആണ്. ഇതിന്റെ മതി പേര് കേട്ട. ഇത് ഇൻസ്റ്റ ഇടണം കേട്ടോ. ഇൻസ്റ്റ എന്തായാലും ഇടണം. കത്തറ ഇൻസ്റ്റ ആമ. പോസ് കൊടുക്കാറ്. വേറെ പോസ് മാറി, വേറെ പോസ്. ലുക്ക് പാരടാ, ലുക്ക് പാരടാ. കാലുമേ കാല് വെക്ക്. അല്ലല്ല അവർക്ക് അത് ലുക്കാ. നല്ല പോസാ, നല്ല പോസാ. അടുത്തതായി അഖിൽ തോമസിന്റെ പോസാണ്. അർജുന അവിടെ ഇരുന്നയാ, നീ വേറെ എടുത്ത് മാറി ഇവിടെ ഇരി. എന്താ ബേബി?
മീനൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ മീനുകൾ. ഈ ട്രൈപോഡ് വെക്കാൻ പറ്റിയ ഫോട്ടോ ഇത് വെച്ച് വെക്കാൻ പറ്റും. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ താഴെ പോകും, അല്ല നമ്മൾ തിരിച്ചു പോകും. കുറേ പിള്ളേർ സെറ്റൊക്കെ ഉണ്ട്. ഇന്ന് ശനിയാഴ്ച ഉണ്ട്, അവധി ദിവസം ആയതുകൊണ്ടാണ് ഇത്ര ആളുകൾ. ഇവിടെ അച്ചൂടെ എന്ത് കാര്യം ഞാൻ അടുത്ത പിള്ളേർ കേട്ടാ ഒന്ന് പോയി അടുത്ത പിള്ളേർ വരും കേട്ടോ. നിങ്ങൾക്ക് നമ്മൾ അടുത്ത സ്പോട്ട് നമ്മൾ കാണിച്ചു തരാം. കണ്ട വെള്ളച്ചാട്ടം നമ്മൾ തൊട്ടടുത്താണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും കാണിക്കാതെ വിശ്വസിച്ചു താഴെ എങ്ങാനും പോയാലേ, താഴെ വരെ പോയാൽ, പക്ഷെ താഴെ വരെ പോകണ്ടേ. ഇത് അടങ്ങിയിട്ടാ ബഹുമാനിക്കാൻ പഠിക്കും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സിംഹവാലം എന്ന് പറയുന്നത്. നമ്മൾ ഈ റൂട്ടിൽ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഇപ്പോൾ കണ്ടതാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ മൈക്കൊന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഓഡിയോയ്ക്ക് കുറച്ച് മിസ്റ്റേക്ക് വന്നത്. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്കാണ്ട് ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്, നല്ലൊരു വ്യൂ പോയിൻ്റാണ്. എല്ലാ മലനിരകളൊക്കെ സൂപ്പർ വ്യൂ പോയിന്റ്. ഇപ്പം നമ്മൾ ഈ റൂട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു പുഴയാണ്. ഇതേതാണെന്ന് അറിയാൻ തരുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ. ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലുള്ളതാണ്. പിന്നെ നമ്മൾ വന്നിരിക്കുന്നതാണ് എന്ത് ഡാമിൻ്റെ പേരെന്താ, ഇതാണ് എന്തായിരുന്നു ഷോളയാർ ഡാം. നമ്മൾ ഷോളയാർ ഡാമിൻ്റെ താഴെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇനി മുകളിലോട്ട് കയറി പോകണം. നമുക്ക് മുകളിലോട്ട് കയറിപ്പോയിട്ട് കാണാം. നമ്മളവിടെ നിന്നൊരു കടയിൽ നിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് നൂഡിൽസും പിന്നെ ഓംപ്ലേറ്റ്. നമ്മളത് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് പോക്കുന്നത്. സൂപ്പർ ആണ്, കൊള്ളാമല്ലേ? കൊള്ളാം. നമ്മൾ ഏത് നിമിഷവും വാൽപ്പാറ എത്തിച്ചേരും. വാൽപ്പാറ എത്തിച്ചേർന്ന് കാണാം. നമ്മളിതാ വാൽപ്പാറ ரொட்டிக்கடை அதென்ன கடை தமிழ்ல பேசியிருக்கு. ஆதிரப்பள்ளி பொள்ளாச்சி பக்கம் இங்க தான் போனோம். விஜயண்ணா ஊர் இங்க இருக்கு. ഇവിടെ ചായക്കട. എന്തോ വ്യൂ ആണ് കണ്ടോ. പേരേ പറഞ്ഞാറ് എവിടെയും ചായക്കട വരെ കാണാൻ ചോട്ട് ടീ സാപ്പിട്ടുக்கிட்டு பேசிக்கிட்டே போறான். எப்படி இருக்கு? அந்த கொடி കൊടിയോടാ. എന്നാ തമ്പി നമുക്ക് അന്താ ടീ പക്കം പോയിട്ട് അണ്ണക്കിട്ടേ சொல்லுகிட்ட അണ്ണ എങ്ക അത് കട இருக்கா? ഈ ബ്രോ ചുമ്മാ വന്നതാടാ. നമ്മള് വിളിച്ചതിന് പുള്ളി വന്നതാ, അല്ല വേറെ ഒന്നിനും വന്നതൊന്നുമല്ല. നമ്മുടെ ശല്യം കാരണം വന്നേ. അത് നീ മിണ്ടുന്നില്ല, നിനക്കൊരഭിപ്രായം ഇല്ല. നീ ചുമ്മാ വരും. എന്ത് അഭിപ്രായം ചോദിച്ചാൽ അതിനൊന്നും. അവൻ എങ്ങനെയാലും വീട്ടിൽ പോവാ, കിടന്ന് ഉറങ്ങുക. വേറെ ടീ സ്പോട്ട് ഒരു ഉഴുന്നോട പരിപ്പോട അങ്ങനെ കിട്ടുന്ന അല്ല ഇങ്കതാ ഉഴുന്നോട ഉളുന്തുവട പരുപ്പ് വട ഇങ്കതാ കിടക്കും. വണ്ടി കംപ്ലൈന്റ് ആയിடுச்சு. എങ്ക പക്കം വാട്ട് എ ബ്യൂട്ടി പ്ലേസ്. இதுதான் ஊரு.
இப்படித்தான் ஊர் இருக்கணும் அல்ல ப்ரோ ப்ரோ அதாவது சொல்லு ப்ரோ ப்ரோ ஒண்ணுமே சொல்லல சும்மா வந்துருக்கு எதுக்காக வந்திருக்கு உனக்கே தெரியாது போக்கு ஒண்ணுமே பேசாது சும்மா வந்து ஊமையா போயிட்டு ഇതിന് അല്ല ഇവന്റെ ഫ്ലക്സ് അടിച്ച് വെച്ചാൽ മതിയായിരുന്നു എന്നാ ബ്രോ ഇതൊക്കെ മ്യൂട്ട് ചെയ്യണം കേട്ടോ അഭിപ്രായം ചോദിച്ചാൽ അഭിപ്രായമല്ല അവര് മലയോടൊക്കെ வால்பாறை இந்த பக்கம் தான் ஒரு டீ ஸ்பாட் இருக்கு நாம அங்க டீ சாப்பிட வந்திருக்கு இதுதான் டீ ஸ்பாட் தெரியுமா ഈ ഗ്രൂപ്പ് വേണ്ടി ആണോ കടിക്കുന്ന സൗണ്ട് കിട്ടുമ്പോ അച്ഛൻ അതിരുന്ന കട്ടൻ ചായ കുടിക്കണം ഞാൻ കുടിക്കാനാ വെളിയിൽ ഇറങ്ങി കൂടി ഇയാൾക്കല്ലേ വ്യൂ പോയിന്റ് ആണ് ഇങ്ങോട്ട് ഇറങ്ങി കൂടി 6-ാം തീയതി കുടിക്കാനാ ഇവന് വ്യൂ പോയിന്റ് ആണ് കായ് പക്ഷെ വെളിയിൽ ഇറങ്ങാൻ വയ്യ ഇവിടെ പ്രകൃതി ആസ്വദിച്ച് വേണം നമ്മൾ ഈ ചായ കുടിക്കാൻ ലാലേട്ടൻ പറയുന്നതല്ലേ വീരം കൂടുമ്പോഴേ ചായക്ക് മധുരം കൂടും ദോഹിക്ക് എന്താണ് ഈ വ്യൂ പോയിന്റിനെ കുറിച്ച് പറയാളോ വളരെ തേയിലത്തോട്ടം നടക്ക് വളരെ വൈകാരികമായ ഒരു ചായ തമ്പി ഇങ്ങോ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ചായ செம்மையா இருக்கு பயங்கரமா பயங்கரமா ഇതുപോലെ സ്ഥലം വേണം അതല്ലേ തണുപ്പ് കുറച്ച് കുറവുണ്ട് അല്ല ഇത്ര ഇതിൽ കൂടി തണുപ്പ് വേണ്ടാണ് തണുപ്പ് കുറവാ മുളകാ ബജ്ജി മറ്റേ சூடா இருக்கு நல்லா சூடா ஆமா டேய் 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 இது காணிக்கு டேய் டேய் நான் மொளகா வச்சு எடுத்துக்கிட்டு நோ നല്ല ഓടുന്നു ബ്രോ നീ കഴിക്കണ്ട നീ കാണിച്ചാ മതി അതില് അവരെ കൊടു അല്ല ആദ്യം ചമ്മന്തി ഇല്ലല്ലേ ആ വളവുണ്ടോ நடந்து வர்றாரு நம்ம பையன் அர்ஜுன் அந்த நடப்பை பாரு அந்த ஸ்டைலை பாரு அந்த அழக பாரு தொட்டா விஜயண்ண மாதிரியே இருக்கு வடா தம்பி പോയിന്റ് കണ്ടത് എന്താ അവിടെ കാണത്തില്ല എനിക്ക് നോക്കിയാൽ കാണത്തില്ല തമ്പി എങ്ക പാറ എന്തോടാ പോളോ അണ്ട അവിടെ പോയ കാണാടാ അണ്ട അവിടെ പോയ കാണാം അങ്ങോട്ട് പോയിട്ട് കായലോ കുളോ ആറ് എന്തുവാ
എതിരൊന്നുമല്ല. ഇവിടെ പണം വ്യൂ പോയിന്റ് ഫ്രെയിം പാർക്ക് ജി ഫ്രെയിം പാർക്ക്. അത് കണ്ടോ ബ്രോ? കുന്ന് മല. ബ്രോ നമ്മൾ ഇവിടെ വണ്ടി ഇറത്താൻ പറ്റും, അതുകൊണ്ടല്ലേ ബ്രോ ഇവിടുന്ന് നമ്മൾ സപ്പോർട്ട് നമ്പര് ഫോട്ടോ എടുക്കാം. കണ്ടോ എന്തോട് കായല ഡാമാടാ, ഡാമാ ചിന്ന ഡാം, ചിന്തക്കടത്താം തക്കിടത്താം കാറ്റിലടണക്കൂടിയിരിപ്പുണ്ട്. ഓ തൊടാ തൊടാ. ആ കൂടെ ഇവിടെ അലനായിരിക്കും ഇരിക്കുന്നത്. ഓ കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓ ഫ്രെയിം ഫ്രെയിം ഫ്രെയിം. നമ്മുടെ തമിഴ്നാട് ഗ്രാമഭംഗിയിലേക്ക് കയറുകയാണ്. ഓ മധുരക്ക് പൊക്കത്തടി. ആര് ഗൈസ്, ഇതാ തെങ്ങും തോപ്പുകൾ കാണാൻ നിങ്ങൾക്ക്. നമ്മക്കപ്പോ നമ്മളെവിടാണെന്ന് വന്നിരിക്കുന്നത്? നമ്മളിപ്പോൾ ഏതോ ഒരു സ്പോട്ട്. ബ്രോ പറ ബ്രോ, നമ്മളെവിടെ ബ്രോ അല്ലേ ഇതിന്റെ കോർഡിനേറ്റ് പറ. നമ്മളെ അറിയില്ല ബ്രോ, നമുക്ക് വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഉള്ളതാണ് അലിയാർ ഡാം, തമിഴ്നാട്ടിലെ പെരിയ ഡാം. എന്താ ഡാം വാ വാസു കാണിച്ച് 10 രൂപ വാസിന്. അവന് വേണ്ടെങ്കിൽ കയറാം. അക്കാ അതെ മല ഉണ്ടോ? ഓ നമുക്ക് ഈ പടി കയറി വേണം മുന്നോട്ട് പോകാൻ കേട്ടോ. ഈ പടി കയറി അങ്ങ ടോപ്പിലെ പോണം. അങ്ങതാ ഡാമിന്റെ വ്യൂ പോയിന്റ് ഇருக்கு. എന്താ പക്ക നീ എവിടെ പോവാ? എവിടെ പോവാ? എവിടെ പോവാ? എവിടാ ബ്രോ? നമ്മളെവിടാ പോവാ ബ്രോ? என்ன வியூ! அந்த ப்ரோட அந்த பேக் ஷூட் மட்டும் போகுது. ஓ இங்க வந்து ஸ்ப்ரே பெயிண்ட் ஸ்டோர். I know I can spray. ഓ അഖില ടീഷർട്ടിന്റെ ബാഗ് കണ്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. തമിഴ്നാട് സൂപ്പറാ. ഇതെന്ത് സംഭവം? ഇവിടെ വെള്ളമുണ്ട്, ഈ വെള്ളത്തിൽ ഇറങ്ങാം. നമുക്ക് അർജുൻ സുരേന്ദ്രനും ആ എടാ, പക്ഷെ കൊറേ ദൂരം നടക്കണം കേട്ടോ. പിന്നെ ഡാമിൽ കയറി പടി കയറണ്ടേ? ചുമ്മാ കൊറേ പടിയാണ്. എന്നാലും നാമ കേറേ 18 പടി. ഇവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. ഓ കൊള്ളാം. ഈ പോയിന്റ് കൊള്ളാം, ഈ പോയിന്റ് കൊള്ളാം, അതുകൊണ്ട് കുഴപ്പമില്ല. ബാ ബാ ബാ. കേറ് ബ്രോ. ഈ ബ്രോയ്ക്ക് ഒന്ന് കേറാൻ നമുക്ക് ആ പ്രശ്നം. നമ്മള് പടിയൊക്കെ പുല്ല് പോലെ. എന്താ ബ്രോ അയ്യോ കേറി
Yes. ഡാമിന്റെ വ്യൂ പോയിന്റ്. നമ്മളിപ്പോൾ ഡാമിന്റെ ടോപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. സൂപ്പർ വ്യൂ. ഓ വാവ്, വാട്ട് എ ബ്യൂട്ടി. സൂപ്പർ. പക്ഷെ നമ്മൾ ആ ടോപ്പിൽ നോക്കുമ്പോൾ, അല്ല ബ്രോ ആ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ല വ്യൂ. ഒത്തിരി ഉണ്ട്. സൂപ്പർ. കണ്ടാ മീനുണ്ടാ കണ്ട ഗൈസ്. സൂപ്പർ. നമ്മളിവിടെ ഇരുട്ടിയതുകൊണ്ട് നമ്മൾ പോവുകയാണ്. കണ്ടോ ഗൈസ്, അവിടെ സൂര്യൻ അസ്തമിച്ചു. ഓ ഫുള്ള് മരങ്ങളാണ് കണ്ടോ ഗൈസ്. നിങ്ങൾ എന്തായാലും ഇവിടെ വരാൻ പറ്റുമെങ്കിൽ വരണം കേട്ടോ. നല്ലൊരു കണ്ടോ, നമ്മൾ ആ മല ഇറങ്ങിയാണ് വന്നത് കണ്ടോ. ചുരം ഇറങ്ങിയാണ് നമ്മൾ വന്നത് കണ്ടോ. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയാണ് നമ്മളിവിടെ വന്നത്. എന്തായാലും കൊള്ളാം. കണ്ടോ, ആ മലയും ഈ മലയും കൂടി യോജിപ്പിച്ചാണ് ഈ ഡാം പറയുന്നത് കണ്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അങ്ങനെ ഇറങ്ങി അവിടെ വരെ ഉണ്ട് ഡാം. ഇത്രയും ദൂരം നമുക്ക് നടക്കാൻ വയ്യാത്തതാണ് നമ്മൾ ഇത്രയും ദൂരം നടന്ന്. ഗൈസ് നമുക്ക് അടുത്ത സ്പോട്ടിൽ പോയിട്ട് കാണാം.